ഫിറ്റ്നസ് ന്യൂസ് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നിന്ന് നമുക്കൊപ്പമുള്ളത് പട്ടാമ്പിയെ പ്രതിനിധീകരിക്കുന്ന LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിനാണ്, പട്ടാമ്പിയുടെ സ്വന്തം MLA ബ്രോ. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. അപ്പൊ ഇത്തവണയും പട്ടാമ്പിയെ പ്രതിനിധീകരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായിട്ട് മൂസിനാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് പ്രചരണമൊക്കെ ഇതുവരെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചരണമൊക്കെ? പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കുറച്ച് ദിവസമാണ് തന്നത്. അതുകൊണ്ട് എല്ലാവരെയും നേരിട്ട് കാണാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്നാലും പരമാവധി ആളുകളെ ഇതുപോലെ കൂട്ടി ഒരുമിച്ച് കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വീടുകളിലൊക്കെ പോയിട്ട് കാണാനൊന്നും കഴിയുന്നില്ല, വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട്. എന്നാലും വളരെ വേഗത്തിൽ പരമാവധി ആളുകളെ കാണാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകൾക്കിടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം വിജയ പ്രതീക്ഷയാണുള്ളത്? സത്യത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഈ കൂട്ടത്തിലൊരാളാണ്, എപ്പോഴും കാണുന്നുണ്ട്, എപ്പോഴും ഇടപഴകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. വളരെ പോസിറ്റീവാണ്. അവരെ വീട്ടിലൊരു കുട്ടിയാണല്ലോ, ആ ഒരു കുട്ടി എന്നുള്ള നിലക്ക് തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്, നല്ല റിസൾട്ടായിരിക്കും. ഇത്തവണയും ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇനി പട്ടാമ്പിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? പട്ടാമ്പിയെ പുതുക്കി പണിയുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളെല്ലാം പൊളിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ പുതിയ കെട്ടിടങ്ങളും പുതിയ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡുകൾ വീതി കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, പാലങ്ങൾ ഉണ്ടാവുന്നു, മേൽപ്പാലങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രമല്ല, പട്ടാമ്പിയെ ഒരു ഹൈടെക് പട്ടാമ്പിയാക്കി മാറ്റുന്ന പ്രവർത്തനം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പട്ടാമ്പിയുടെ ഓരോ ആളുകളുടെയും സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും. ഇത്തവണയും ഒരു LDF ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ പട്ടാമ്പിക്ക് സ്വന്തമായിട്ടൊരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അത് പാർട്ടിയല്ലേ തീരുമാനിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും പട്ടാമ്പിയിൽ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മികച്ച ഈ 10 വർഷക്കാലം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുപോലെ തന്നെ കൂടുതൽ അനുഭവം ഉണ്ട് അല്ലേ, 10 വർഷത്തിൻ്റെ എക്സ്പീരിയൻസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് എത്തിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ ഇനിയും പ്രവർത്തിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ യുവാക്കളുടെ വോട്ടൊക്കെ കൂടുതലധികം പ്രാധാന്യം നേടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ജൻസി വോട്ടർമാരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത്? വളരെ പോസിറ്റീവാണ്. ജൻസി വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങളെ വിലയിരുത്താനും അവർക്ക് വളരെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഈ തർക്കങ്ങളിൽ ഇതിലൊന്നും നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ശ്രമങ്ങളാണ്. ഇപ്പോൾ ഗതാഗത കുരുക്ക് ഇല്ലാതിരിക്കുക, അതിനാണ് മേൽപ്പാലങ്ങളും പാലങ്ങളും. പിന്നെ പാർക്കുകൾ ഉണ്ടാവുക, പിന്നെ തൊഴിലുകൾ ഉണ്ടാവുക, സ്കൂള് നന്നാവുക. അപ്പോൾ ആ തൊഴിലുണ്ടാക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അവർക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എന്നാലും ഒരു നല്ല വൈബുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മൾ. സോ ദേ വിൽ അവരെ ഏറ്റെടുക്കും. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. പട്ടാമ്പിയിലെ MLA ബ്രോ ആയിട്ട് ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പട്ടാമ്പിയെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. താങ്ക് യു. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.